അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റായിട്ടുള്ള പെൺകുട്ടികൾ പറയുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്താ ചെയ്യുക. ബസ്സൊക്കെ ഓടിക്കുമ്പോൾ ഞങ്ങൾ ദൂരങ്ങളൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും സിഗ്നലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിജനമായ സ്റ്റേഷനിലോ നിർത്തുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് കുറ്റിക്കാട്ടിൽ പോയി സാധിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്ത്രീകൾക്കത് പറ്റില്ല. പുരുഷ ലോക്കോ പൈലറ്റിന് എത്ര ലീവ് കൊടുക്കാമോ അത്രേ ഞങ്ങൾ തരുള്ളൂ. നിങ്ങൾക്ക് ഒരു കൂടുതൽ കൺസിഡറേഷൻ തരാനൊന്നും റെയിൽവേ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് അധികാരികളുടെ നിലപാട്. വന്ദേ ഭാരതിൻ്റെ ക്യാബിനിൽ പോലും ഈ ഒരു സാധനമില്ല. സ്റ്റേഷൻ മാസ്റ്റർ നിസ്സഹായരാണ്. ആളുകൾ വന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് ചൂടാവും, അല്ലെങ്കിൽ ഡ്രൈവറോട് വന്ന് ചൂടാവും. ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നലിലൊക്കെ തകരാറാവും. ആ സമയത്ത് ഇത് മാനുവലായിട്ട് പോയിട്ട് ഈ ട്രാക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരൊരു പേപ്പറിൽ എഴുതി തന്നിട്ട് നിങ്ങൾക്ക് ഇത് പാസ് ചെയ്യാം, ഞങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയും. സാർ, അതുപോലെ തന്നെ ബ്രേക്കിങ്ങിനൊപ്പം പറയേണ്ടത് നമ്മുടെ ഈ ട്രെയിനുള്ളിൽ വെച്ച് ഈ അപായച്ചങ്ങല വലിച്ചാൽ ആ ട്രെയിൻ നിൽക്കുന്നത് എങ്ങനത്തെ ഒരു പ്രോസസ്സാണ്? ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ എയർ ബ്രേക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പണ്ട് വാക്വം ബ്രേക്ക് ആയിരുന്നു, ഇപ്പോൾ എയർ ബ്രേക്കാണ് യൂസ് ചെയ്യുന്നത്. വാക്വം ബ്രേക്കിലും ഉണ്ടായിരുന്നു ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയിൻ വലിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഓരോ ബോഗികളാണല്ലോ അത് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാ ബോഗികളിലും ഈ എയർ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എയർ ബ്രേക്ക് പൈപ്പ് എന്നാണ് ഞങ്ങൾ പറയുക. അത് യോജിപ്പിച്ചിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് യോജിപ്പിച്ചിരിക്കും. അപ്പോൾ ഇതിനകത്ത് 5 kg എയർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബ്രേക്കുകൾ റിലീസ് കണ്ടീഷനിലിരിക്കുകയുള്ളൂ. ഈ 5 kg പ്രഷർ എപ്പോഴാണോ കുറയുന്നത്, 4.5 kg ആയിട്ടോ അല്ലെങ്കിൽ 4 ആയിട്ടോ ഒക്കെ കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് അപ്ലൈഡ് ആവും. അപ്പോൾ നമ്മൾ ഈ ലോക്കോയിൽ ചെയ്യുന്നതും ഇത് തന്നെയാണ്. 5 kg പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു കംപ്രസർ സമയം എൻജിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കംപ്രസർ ഇങ്ങനെ അടിച്ച് ഒരു വാൽവ് വെച്ചിട്ട് 5 kg കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റിലീസ് കണ്ടീഷനുള്ളത്. ഈ 5 kg എപ്പോഴാണോ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് അപ്പോഴൊക്കെ ബ്രേക്ക് അപ്ലൈഡ് ആവും. അപ്പോൾ എല്ലാ ബോഗികളിലും ഒരു ചെറിയ വാൽവ് വഴി ഈ ബ്രേക്ക് പൈപ്പിലേക്ക് ഒരു ചെറിയ കൊച്ചു കണക്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ചെയിൻ വലിക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ചെയിൻ വലിക്കുമ്പോൾ ഈ വാൽവ് ഓപ്പറേറ്റ് ചെയ്യും. ആ വാൽവിലൂടെ 5 kg ഓടുന്ന ഈ ബ്രേക്ക് പൈപ്പിൽ പ്രഷർ പുറത്തേക്ക് വെൻറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അത് നമ്മൾ അറിയുന്നില്ല. നമ്മളറിയും, പക്ഷേ ഇത് വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോധപൂർവമല്ലാത്തൊരു ശ്രമം അല്ലാതെ തന്നെ ഈ ട്രെയിനിലെ ബ്രേക്കുകൾ അപ്ലൈഡ് ആവും. അപ്പോൾ ട്രെയിൻ നിൽക്കും. അപ്പോഴത്തേക്കും നമുക്കവിടെ വാർണിംഗ് സിഗ്നൽ കിട്ടും. നമ്മൾ ഇതിനകത്തെ ഗേജ് നോക്കുമ്പോഴത്തേക്ക് 5 kg എന്നുള്ള കുറഞ്ഞിരിക്കുന്നത് കാണും. അല്ല, ഏത് ബോഗിയിൽ നിന്നാണ് വലിച്ചിരിക്കുന്നത്, ഏത് ബോഗിയിൽ നിന്നാണ് വലിച്ചിരിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബോഗിയുടെ അടുത്ത് ചെന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇതിനകത്ത് ആ ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ ഇതിലേക്ക് കിട്ടുന്നില്ല. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല, പക്ഷേ അതൊക്കെ അടുത്ത് തന്നെ ആകും. കാരണം ആ രീതിയിലുള്ള റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ നമുക്കത് എഴുതി കാണിക്കും കൃത്യമായിട്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ അത് ഡിറ്റക്റ്റ് ചെയ്ത് കാണിക്കും. നേരത്തെ അങ്ങനെയല്ല. ഇതെന്തുകൊണ്ടാണ് ഈ വണ്ടി നിന്നതെന്ന് നമ്മൾ പെട്ടെന്നൊന്ന് അതെ. അതുകൊണ്ട് അലാം ചെയിൻ പുൾഡ് എന്ന് പറഞ്ഞാൽ അലാം ചെയിൻ എന്നാണ് അതിന് പറയുക. അലാം ചെയിൻ പുൾഡെന്ന് ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറയും. അതുകൂടാതെ ഒരു ബെല്ലടിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഇത് എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് ഈ അലാം ചെയിൻ പുള്ളിങ് വരിക. അപ്പോൾ നമുക്കുള്ള നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമ്മളും ബ്രേക്ക് ചെയ്യുക. നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ ആൾമോസ്റ്റ് നിന്ന് കഴിഞ്ഞിരിക്കും. പിന്നീട് നമ്മൾ ആരെങ്കിലും ഒരാൾ ഇറങ്ങിപ്പോയിട്ട് ആ ബോഗിയുടെ അടുത്ത് ചെല്ലണം. അതുപോലെ തന്നെ അവിടുന്ന് ഗാർഡ്, ഇപ്പോൾ TMR എന്നാണ്, ട്രെയിൻ മാനേജർ എന്നാണ് ഗാർഡിൻ്റെ ആ ഒരു ഡെസിഗ്നേഷൻ്റെ പേര്. അദ്ദേഹം അവിടുന്ന് നടന്ന് ഫ്രണ്ടിലേക്ക് വരികയും ഞങ്ങളും ആരെങ്കിലും അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റോ അല്ലെങ്കിൽ ലോക്കോ പൈലറ്റോ നടന്നു വരികയും ഇപ്പോൾ ആ ഒരു സ്പോട്ടിൽ എത്തുകയും ചെയ്യും. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ബോഗികളിൽ ഉള്ളിൽ കയറിയിട്ടാണ് റീസെറ്റ് ചെയ്യുക. മറ്റ് പഴയ ബോഗികളിലൊക്കെയാണ്, കൺവെൻഷനലായിട്ടുള്ള ബോഗികളിലൊക്കെ ആണെങ്കിൽ കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പുറത്തു നിന്നാണ് അത് റീസെറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ അകത്ത് കയറിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യുക, അത്രയും മാത്രമേ പിന്നീട് വണ്ടി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊന്നാണ് ഈ പാസഞ്ചർ ട്രെയിനുകളിലെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് മെമു പാസഞ്ചർ ട്രെയിനുകളൊക്കെയാണ്. അപ്പോൾ ഇതിനും ഒരു സ്പീഡ് ലിമിറ്റ് ഇല്ലേ? അതായത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ട്രെയിനിങ് കിട്ടുന്നതിന് മുമ്പേ ഞാൻ റിട്ടയർഡായി. അതിനുള്ള മെമു ഓടിക്കാനുള്ള ഒരു ഇതെനിക്ക് കിട്ടിയില്ല. സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പാസഞ്ചർ ട്രെയിനിനും എക്സ്പ്രസ് ട്രെയിനിനും നമ്മുടെ സെക്ഷണൽ സ്പീഡ്, അതായത് നമ്മുടെ മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്ന് പറയുന്നൊരു ലിമിറ്റുണ്ട്, MPS. എത്രയായിരിക്കും അത്? ഇവിടെ 100, 110, അത് കാലാകാലങ്ങളിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് കയറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷൊർണൂർ ടു എറണാകുളം 80 ആണ്. ഇപ്പോൾ അത് 90 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ
എറണാകുളം ടു ട്രിവാൻഡ്രം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് 90, കായംകുളം ടു ട്രിവാൻഡ്രം 100 ആയിരുന്നു. പക്ഷേ ഇതിപ്പം എല്ലായിടത്തും 100, 110 എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ. അതുതന്നെയാണ് പാസഞ്ചറിൻ്റെ സ്പീഡ് തന്നെ. പാസഞ്ചർ അല്ലെങ്കിൽ മെമുൻ്റെയൊക്കെ സ്പീഡ് ഈ MPS ആണ്, മാക്സിമം പെർമിസിബിൾ സ്പീഡ്. അവിടെ നമുക്ക് എത്ര ഓടാൻ പറ്റുമോ, മാക്സിമം എത്രയാണോ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്പീഡിൽ പാസഞ്ചർ ട്രെയിനും ഇതും ഓടിക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ ഇവിടെ ഏറ്റവും അധികം ഈ യാത്രക്കാരുടെ ഒരു പരാതി കേൾക്കുന്ന ഒരു ലൈനാണ് എറണാകുളം കായംകുളം ലൈൻ. അപ്പോൾ ഈ ലൈനിൽ ഓടുന്ന പാസഞ്ചർ ട്രെയിൻ പലപ്പോഴും പലയിടങ്ങളിൽ പല സ്റ്റേഷനുകളിൽ ദീർഘനേരം പിടിച്ചിടേണ്ട അവസ്ഥ വരാറുണ്ട്. ഇതിന് ഒരു യഥാർത്ഥ കാരണം എന്തായിരിക്കും? ഏറ്റവും മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ അമ്പലപ്പുഴ മുതൽ എറണാകുളം വരെ ആലപ്പുഴ ലൈനിൽ സിംഗിൾ ലൈനാണ്, ഡബിൾ ലൈനല്ല. അപ്പോൾ സിംഗിൾ ലൈനിൽ നമുക്ക് ഒരു ലൈനേ ഉള്ളൂ. ആ ഒരു ലൈനിൽ ഒരു ട്രെയിൻ മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. അത് ഏതെങ്കിലും ഒരു സ്റ്റേഷനിലെത്തി മറ്റൊരു ലൂപ്പ് ലൈനിലേക്ക് മാറ്റിയിട്ടിട്ട് വേണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഒരു ട്രെയിനിന് കടത്തി വിടാനായിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. മറ്റിടത്തൊക്കെ ഡബിൾ ലൈനാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ലൈൻ ക്ലിയർ വാങ്ങാനായിട്ട്, ലൈൻ ക്ലിയർ കിട്ടാനായിട്ട് കുറച്ചൊരു ഡിലേ വരുന്നതെന്ന് പറഞ്ഞാൽ ധാരാളം ഗേറ്റുകളുള്ള ഒരു ജനസാന്ദ്രത ഏറിയ ഒരു ഏരിയയാണ് ഈ തീരദേശ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഡിലേ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് ഈ കുമ്പളം എന്ന് പറയുന്ന സ്റ്റേഷനിൽ പിടിച്ചിരുന്നതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, എറണാകുളം ജംഗ്ഷൻ എന്ന് പറയുന്നതാണ് കുമ്പളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള പ്രധാന സ്റ്റേഷൻ. അതൊരു വലിയ ബിസി സ്റ്റേഷനാണ്. അതിൽ കൂടെ പാസ് ചെയ്യുന്ന ട്രെയിനുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇതുവരെ നമ്മുടെ സ്റ്റേഷനിലായിട്ടില്ല. നിർഭാഗ്യവശാൽ അത് സ്റ്റേഷൻ ആദ്യം പ്ലാൻ ചെയ്ത ആ സമയത്തെ ആൾക്കാർ, ആ പ്ലാൻ ചെയ്ത ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ ഒരു ദീർഘവീക്ഷണമില്ലാത്ത ആളാണ് എന്ന് പറയുന്നത്. കാരണം 6 പ്ലാറ്റ്ഫോമേ ഉള്ളൂ ഇവിടെ. ശരിക്കും ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയിലോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രധാന നഗരങ്ങളിലൊക്കെ 60 പ്ലാറ്റ്ഫോം വരെ ഉള്ളതാണ്. 30-35 പ്ലാറ്റ്ഫോം വരെ ഉള്ള സ്റ്റേഷനുകളാണുള്ളത്. നമ്മളെപ്പോഴും 5ഉം 6ലും ഒക്കെ നിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണം. ട്രിവാൻഡ്രത്ത് എത്രയാണ്? ട്രിവാൻഡ്രത്തും 6 അത്രേ ഉള്ളൂ. 5 പ്ലാറ്റ്ഫോം ലൈനേ ഉള്ളൂ ട്രിവാൻഡ്രത്തും. അത് നിന്ന് പോയത് ഈ ദീർഘവീക്ഷണം ഇല്ലായ്മ കൊണ്ട് മാത്രമാണ്. ഈ സ്ഥലമില്ലാഞ്ഞിട്ടൊന്നുമല്ല, സ്ഥലമൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇപ്പോൾ എറണാകുളം സൗത്തിലാണെങ്കിൽ തന്നെ അതിന് കിഴക്ക് വശത്ത് കർഷക റോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടപ്പുണ്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അന്നൊക്കെ പണ്ട് അവിടെയൊക്കെ ഒന്നും തീരെ 1-2 വീടുകളൊക്കെ, അന്നൊക്കെ സ്ഥലം ഏറ്റെടുക്കാനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ ഡെൻസിലായിപ്പോൾ ഒത്തിരി ആൾക്കാരെയൊക്കെ ഒരു പ്രാവശ്യം അങ്ങ് നിർമ്മിക്കുമ്പോൾ അത് അതെ ആ ഒരു ദീർഘവീക്ഷണം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ട്രാഫിക് ഡെൻസിറ്റി അവിടെ കൂടുതലാണ്. അപ്പോൾ ഈ കുമ്പളത്തുനിന്ന് ഒരു ട്രെയിൻ റിസീവ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് വേണ്ടി വരും. അപ്പോൾ ആ കൺട്രോൾ പറയും, ഇപ്പം അവിടെ ഇപ്പോൾ എറണാകുളം സൗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്ഥലമില്ല, അവിടെ നിന്ന് ഒരു എക്സ്പ്രസ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് പോകാനുണ്ട്, അത് പോയതിന് ശേഷം മാത്രം പോയാൽ മതി. അപ്പം തുറവൂര് ഈ ട്രെയിനിനെ ഒന്ന് പിടിച്ചിടാൻ പറയും. ഈ വരുന്ന പിന്നെ കുമ്പളത്തേക്ക് ഈ ട്രെയിൻ പിടിച്ചിടാൻ പറ്റും. ഈ തുറവൂരിൽ നിന്ന് വരുന്ന ട്രെയിൻ അവിടെ പിടിച്ചിട്ടിരിക്കുമ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എറണാകുളം സ്ഥലമില്ലാത്തതുകൊണ്ട്. പക്ഷേ എറണാകുളത്ത് സ്ഥലമുണ്ടായി തുറവൂരിൽ നിന്ന് ഈ സാധനം മൂവ് ചെയ്ത് അത് കുമ്പളത്തെത്തിയാൽ മാത്രമേ കുമ്പളത്ത് പിടിച്ചിട്ടിരിക്കുന്ന ഒരു ട്രെയിൻ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ നിസ്സഹായരാണ്. സ്റ്റേഷൻ മാസ്റ്റർ നിസ്സഹായരാണ്. ആളുകൾ വന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് ചൂടാവും, അല്ലെങ്കിൽ ഡ്രൈവറോട് വന്ന് ചൂടാവും. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ത് പറയും, നമ്മുടെ ലോക്കോ പൈലറ്റിനോട് ചൂടാവും, എന്താണ് വണ്ടി എടുക്കാത്തതെന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. ഇപ്പോൾ പിന്നെ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം ഇത് ഞങ്ങളുടെ കൺട്രോളിലല്ല ഈ ട്രെയിൻ എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ എന്നാലും ചില ആൾക്കാരൊക്കെ അപ്പോഴും ചോദിക്കാറുണ്ട്. എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും ഇത് ഞങ്ങളുടെ കയ്യിലല്ല, ആ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ, സിഗ്നൽ റെഡാണ്, അത് ഗ്രീൻ ആയാൽ മാത്രമേ ഞങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഗ്രീൻ ആക്കുന്ന ആരാ? അത് സ്റ്റേഷൻ മാസ്റ്ററാണ്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അടുത്തേക്ക് അവർ ദേഷ്യം പെട്ട് ചെല്ലും. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറയും എനിക്കതിന് അനുവാദമില്ല. ട്രിവാൻഡ്രത്തിരിക്കുന്ന കൺട്രോൾ, ആ കൺട്രോളിൽ ഒരു സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം ഈ ഫോണിലൂടെ പറയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, അപ്പോൾ മാത്രമേ എനിക്കിത് കൊടുക്കാൻ അധികാരമുള്ളൂ, അല്ലാതെ എനിക്കത് ഐ എം ഹെൽപ്ലെസ് എന്ന് പറയും. അപ്പോൾ ഈ കൺട്രോളർ ഇവിടെ നോക്കിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ എറണാകുളത്ത് ഫ്രീ ആവണം, ഈ തുറവൂർ പിടിച്ചിട്ടിരിക്കുന്ന ട്രെയിൻ എറണാകുളത്തേക്ക് മൂവ് ചെയ്യിക്കണം, എന്നിട്ട് വേണം ഇത് മാറ്റാൻ. പിന്നെ മറ്റൊരു വസ്തുത കൂടെ ഉണ്ട്. തുറവൂർ ടു കുമ്പളം എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഉള്ള ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിൽ ഒരേ സമയം ഒരു ട്രെയിൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് ഇവിടുത്തെ സിസ്റ്റം. അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇവിടുത്തെ ട്രെയിൻ ഓടുന്നത്. ഓട്ടോമാറ്റിക് സിസ്റ്റം ആകുമ്പോൾ അത് മാറും.
അപ്പോൾ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ട്രെയിൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഈ ട്രെയിൻ പോകാതെ ഈ കുമ്പളത്തൊന്നും ഇത് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുകയില്ല. എറണാകുളത്ത് ഫ്രീ ആവാതെ തുറവൂർ കിടക്കുന്നത് റിസീവ് ചെയ്യാനും പറ്റുകയില്ല. ഇതാണ് നോർമലി വരുന്ന ഡിലേയുടെ കാരണം. അതുപോലെ തന്നെ ഈ പച്ച ലൈറ്റ് കാണാതെ ഈ ട്രെയിൻ മുന്നോട്ടെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്സിഡൻ്റലി ഇതങ്ങനെ മുന്നോട്ട് എടുത്തു പോയാൽ എന്തായിരിക്കും പിന്നെയുള്ള അങ്ങനെ അതായത് റെഡ് സിഗ്നലിൽ നമ്മൾ മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങളതിനെ സ്പാഡെന്നാണ് പറയുക. സിഗ്നൽ പാസിങ് അറ്റ് ഡേഞ്ചർ, അതിനൊരു ഷോർട്ട് ഫോം ഉണ്ട്. അതൊരു വലിയ പ്രമാദമായിട്ടുള്ള ഒരു സേഫ്റ്റി വയലേഷനാണ്. അത് ഞങ്ങളുടെ പിഴവ് കൊണ്ടാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ലോക്കോ പൈലറ്റിന് മാക്സിമം പണിഷ്മെൻറ്റ് തന്നെ കൊടുക്കും. നമുക്കിപ്പോൾ റോഡ് ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു സിഗ്നൽ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 500 രൂപ ഫൈനായിരിക്കാം, മറ്റൊന്നുമില്ല. ഇതിപ്പോൾ കടന്നു പോയിട്ട് ആക്സിഡൻ്റ് ഒന്നും ഇല്ലെങ്കിൽ കൂടി റിമൂവൽ ഫ്രം സർവീസാണ് മിനിമം പണിഷ്മെൻ്റായിട്ട് കൊടുക്കുന്നത്. പിന്നെ അയാൾ തിരിച്ച് കയറാൻ ഉള്ളൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, കുറേ കേസുകളും ഒക്കെ പറഞ്ഞ് തിരിച്ച് കയറുകയാണെങ്കിൽ തന്നെ ഏറ്റവും ലോവർ കേഡറിലേക്കായിട്ട് അതിലേക്കൊക്കെ, അല്ലെങ്കിൽ ചിലപ്പം ഗുഡ്സ് ഓടിക്കാനല്ല, പുള്ളിയെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ടായിരിക്കും വീണ്ടും തിരിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് അയാളുടെ ജീവിതം തകർന്ന് കുറേ വർഷങ്ങൾ ശമ്പളമൊന്നും ഇല്ലാതെ പുറത്ത് നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. ചിലരെ എടുക്കാറേ ഇല്ല. അങ്ങനെയുള്ള വലിയൊരു തെറ്റായിട്ടാണ് റെയിൽവേ കാണുന്നത്. ഈ സിഗ്നൽ നമ്മൾ അതോറിറ്റി ഇല്ലാതെ പച്ച ആവാതെ, അതോറിറ്റി ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചുമപ്പ് സിഗ്നലിലേക്ക് പച്ച ആവാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേപ്പറിൽ അതിന് പ്രിസ്ക്രൈബ്ഡ് ഫോമുണ്ട്. ആ ഫോമിൽ എഴുതി ഒപ്പിട്ട് സ്റ്റേഷൻ മാസ്റ്റർ കൊടുക്കണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്കിത് പാസ് ചെയ്യാം, ഇത് ചുവപ്പ് തന്നെയാണെങ്കിൽ പോലും നിങ്ങൾക്കിത് പാസ് ചെയ്യാം, ബാക്കി അതിനുള്ള പോയിൻറ്റുകളൊക്കെ, അതിൻ്റെ ടേണിംഗ് പോയിൻറ്റുകളൊക്കെ ഞങ്ങൾ സെക്യൂർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫൈ ചെയ്തിട്ട് നമുക്കൊരു പേപ്പർ തരും. ആ പേപ്പർ അതോറിറ്റി എന്നാണ് പറയുക. അതോറിറ്റി കയ്യിൽ വെച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഈ റെഡ് സിഗ്നൽ കടക്കാൻ അനുവാദമില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അത് നമുക്കെപ്പോഴും ദൈനംദിന ഡ്യൂട്ടികളിലൊക്കെ ഈ അതോറിറ്റി കിട്ടും. ഇതുപോലെ സിഗ്നൽ ഫെയിലിയർ ആകുമ്പോഴത്തേക്കും ഒരു ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നലിലൊക്കെ തയ്യാറാവും. ആ സമയത്ത് ഇത് മാനുവലായിട്ട് പോയിട്ട് ഈ ട്രാക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരൊരു പേപ്പറിൽ എഴുതി തന്നിട്ട് നിങ്ങൾക്കിത് പാസ് ചെയ്യാം, ഞങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ആ അതോറിറ്റി കൈവച്ചുകൊണ്ട് നമുക്ക് പാസ് ചെയ്യാം. ഈ സിഗ്നൽസ് ഒക്കെ നിയന്ത്രിക്കുന്നത് എവിടെ നിന്നാണ്? സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ തന്നെ ഒരു പാനലുണ്ട്. എത്തേണ്ട സ്റ്റേഷൻ ഏത് സ്റ്റേഷനിലും. ഇപ്പം നമ്മളിപ്പോൾ കുമ്പളത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുമ്പളത്തെ സ്റ്റേഷൻ മാസ്റ്ററാണ് ഈ സിഗ്നൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആൾ. പക്ഷേ എറണാകുളം പോലെയുള്ള വലിയൊരു ഒത്തിരി ട്രെയിനുകളും ഒത്തിരി ഇതൊക്കെ ഡീൽ ചെയ്യേണ്ട വലിയ സ്റ്റേഷനുകളിൽ ഒരു സ്റ്റേഷൻ മാസ്റ്ററെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ അതിനായിട്ടൊരു പാനൽ ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു ക്യാബിനുണ്ടാവും. RRI ക്യാബിൻ എന്ന് പറയും. റൂട്ട് റിലേ ഇൻ്റർലോക്കിംഗ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വെച്ചിട്ടൊരു സെപ്പറേറ്റ് ഒരു ക്യാബിനിൽ അവിടെയും സ്റ്റേഷൻ മാസ്റ്ററുടെ കേഡറിലുള്ള ആൾ വന്നിട്ടാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് സിഗ്നൽസ് കൺട്രോൾ ചെയ്യുക. സാർ, അതുപോലെ നമ്മൾ ഈ സതേൺ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന സാറ് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യേണ്ടത് വന്നിട്ടുണ്ടോ ഇതുവരെ? അതായത് ഞങ്ങളുടെ ഒരു കേഡറിന് മാത്രം ഉള്ളൊരു ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡിവിഷൻ വിട്ടിട്ട് നമ്മൾ പോകേണ്ടി വരുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം ഡിവിഷനിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായിട്ട് കയറിയ ഒരാൾ, അയാൾ വില്ലിങ് അല്ലെന്നുണ്ടെങ്കിൽ അയാൾ തിരുവനന്തപുരം ഡിവിഷനിൽ തന്നെ പുള്ളിക്ക് കണ്ടിന്യൂ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ പിന്നെ അവിടേക്ക് നമ്മൾ ഇത് കൊടുക്കും, ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ പോകും. അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾ ഒത്തിരി പേര് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരും. പക്ഷേ അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. ഇനിഷ്യൽ കേഡറിലേക്കാണ് അവരൊക്കെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ഒരാൾ ചെന്നൈയിൽ അപ്പോയിൻ്റായി, അയാൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായിട്ട് കയറി, അയാൾ പാസഞ്ചർ ലോക്കോ പൈലറ്റായിട്ട് വരെ പ്രൊമോഷൻ കിട്ടിയതിന് ശേഷമാണ് ഇവിടുത്തെ സീനിയോറിറ്റി, ഇവിടുത്തെ വേക്കൻസിയൊക്കെ പ്രകാരം അയാൾക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ സാങ്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അയാൾ ഇവിടുത്തെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായിട്ട് ജോയിൻ ചെയ്യണം. സാലറി മാത്രം പ്രൊട്ടക്റ്റ് ചെയ്ത് കിട്ടും. പക്ഷേ ഇനിയും പിന്നെ അയാൾ കയറി അങ്ങനെ ഉള്ളൂ. അതാണ് നിയമം, ഇപ്പോൾ എക്സിസ്റ്റിംഗ് റൂൾ. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രൊവിഷൻ ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് അവിടേക്ക് പോകാൻ വില്ലിങ്ങാണ്, ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റും, മ്യൂച്വൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സാർ, അതുപോലെ തന്നെ ഈ സാറിൻ്റെ കരിയർ തുടങ്ങുമ്പോൾ ഏകദേശം പുരുഷന്മാർ മാത്രമാണ് ആ ഒരു മേഖലയിലേക്ക്, ഇപ്പോഴും അധികം ആർക്കും അറിയാൻ ഇച്ചിരി പ്രയാസമുള്ളൊരു മേഖലയാണ് ഈ ലോക്കോ പൈലറ്റുമാരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ സ്ത്രീകൾ കൂടുതലായിട്ട് കടന്നു വരുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ
പുരുഷന്മാർ ജോലി ചെയ്യുമ്പോൾ തന്നെ വളരെ കഠിനമായ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു മാറ്റത്തിൽ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടായ ഒരു പരിണാമത്തിൽ ഇവരുടെ ജോലി കുറച്ചുകൂടി സുരക്ഷിതമായില്ലേ? അതായത് ഇതൊരു വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റെയിൽവേയുടെ ഒരു സമീപനം ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ജോലി സ്ത്രീകൾക്ക് പറ്റിയതല്ല എന്നുള്ളൊരു മനോഭാവമായിരുന്നു. പക്ഷേ കാലം മാറി, നമ്മുടെ ചിന്താഗതികളും ജീവിത രീതികളും ഒക്കെ മാറി, സ്ത്രീകൾ കൂടുതൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജോലി മേഖലകളിലേക്കൊക്കെ കടന്നു വരാൻ തുടങ്ങി. അവർ കുറേ കൂടെ ബോൾഡായി. അപ്പം പിന്നെ ഒരു ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ സമൂഹത്തിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ റെയിൽവേക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇതിനകത്ത് ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള എല്ലാവർക്കും ചെയ്യാവുന്ന ജോലി തന്നെയാണ്, നിങ്ങളും ഇതിലേക്ക് വരണമെന്നുള്ളത്. പക്ഷേ പ്രാഥമികമായിട്ട് റെയിൽവേ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എത്ര ഈക്വലാണെന്ന് പറഞ്ഞാലും അവർക്ക് കുറച്ച് ബയോളജിക്കൽ നീഡ്സ് കുറച്ച് കൂടുതലാണ്. ഉദാഹരണത്തിന് മെൻസ്ട്രൽ പീരീഡിൽ അവർക്ക് കൂടുതൽ സമയം റെസ്റ്റ് റൂം, വാഷ്റൂമൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹിതകളായി പിന്നെ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതൊന്നും റെയിൽവേ അറിഞ്ഞ മട്ടില്ല. അതായത് ഇവർ ഇഷ്ടംപോലെ പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ഇവരെ ഗുഡ്സിലൊക്കെ ഇടുന്നുമുണ്ട്. പക്ഷേ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള പ്രശ്നം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെയിൻ വലിക്കുന്നു എന്ന് പറഞ്ഞു. ചെയിൻ വലിക്കുമ്പോൾ അസൻ ലോക്കോ പൈലറ്റാണ് ഇറങ്ങിപ്പോകേണ്ടത്. അത് രാത്രിയാണ്, 2 മണിയാണ്. ആ സമയത്ത് എനിക്ക് കാട്ടിൻ്റെ സൈഡിലൂടെ, കാരണം റെയിൽവേ ലൈനുകളൊക്കെ വിജനമായിരിക്കും. ഏറ്റവും കൂടുതൽ സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ഒരു കേന്ദ്രം ഈ റെയിൽവേ ലൈനുകളും അതുപോലെ തന്നെ, കാരണം വിജനമായിരിക്കുന്നുണ്ട്. ഇപ്പോൾ റോഡെന്ന് പറയുമ്പോൾ അതിന് സൈഡിൽ കടകളൊക്കെ കാണും, ഒന്നുമില്ല, ഒരു ലൈറ്റ് പോലും ഉണ്ടാവില്ല. ആ സമയത്ത് ഇറങ്ങി നടക്കുമ്പോൾ അവർക്കൊരു സേഫ്റ്റിയുടെ ഒരു കൺസേൺ ഉണ്ട്. ഇതൊന്നും റെയിൽവേ അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പിന്നെ അസൻ ലോക്കോ പൈലറ്റായിട്ടുള്ള പെൺകുട്ടികൾ പറയുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊന്നും ബാത്റൂമിൽ പോകണം, എന്താ ചെയ്യുക? അപ്പോൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾ ഈ പുരുഷന്മാരെന്താ ചെയ്തിരുന്നത്? ഞങ്ങൾ ചെയ്തിരുന്ന കാര്യം വലിയ കഷ്ടമാണ്. ഗുഡ്സൊക്കെ ഓടിക്കുമ്പോൾ ഞങ്ങൾ ദൂരങ്ങളൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും സിഗ്നലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിജനമായ സ്റ്റേഷനിലോ നിർത്തുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് കുറ്റിക്കാട്ടിൽ പോയി സാധിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്ത്രീകൾക്കത് പറ്റില്ല. അവർക്ക് കുറേ കൂടെ അത്തരം ഒരു ഷെയിം ഒക്കെ വരുന്നതുകൊണ്ട് തന്നെയല്ല, കാലം മാറി. ഇപ്പോൾ വഴിയരികിൽ മൂത്രമൊഴിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാൻ കിട്ടുന്നില്ല. മറ്റേതല്ല, റോഡിൻ്റെ സൈഡിൽ മുണ്ട് പൊക്കി നിന്ന് സാധിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, ആളുകളൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ പോലും റെയിൽവേ അതിനെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ലോക്കോ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്ന സംവിധാനം ഇല്ല. അപ്പോൾ പിന്നെ ഇവരെന്താ ചെയ്യുക? 12 മണിക്കൂറാണ് ഇവർക്ക് ദീർഘദൂരമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നത് ഗുഡ്സിൽ. 12ഉം 13ഉം ഒക്കെ ചിലപ്പോൾ ഇതാവും. റെയിൽവേയുടെ നിയമപ്രകാരമുള്ള നമ്മുടെ വർക്കിംഗ് അവേഴ്സ് തന്നെ 10 മണിക്കൂറാണ്. 10 മണിക്കൂർ ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. തന്നെയല്ല, മെൻസ്ട്രൽ പീരീഡിൽ അവർക്ക് കൂടുതൽ വാഷ്റൂം യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഇതൊക്കെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത്? അപ്പോൾ ഞങ്ങൾ പറയുന്നത്, എയ്തർ നിങ്ങൾ ലോക്കോയിൽ ഈ സാധനം വെക്കുക, ടോയ്ലറ്റ് വെക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാനായിട്ടൊരു ബാത്റൂം വേണം. അവിടെ ചെന്നിട്ട് ക്യൂ നിന്ന് നമ്മൾ ടോക്കൺ എടുത്ത് കൊടുത്തിട്ട് അവിടെ വൃത്തികേടായിട്ട് കിടക്കുന്ന അവിടെ പോകുന്നതെന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഇത് വളരെ കഷ്ടപ്പാടാണ് ഉള്ള കാര്യമാണ്. ഇപ്പോഴും ഈ ലോക്കോ ഇതിനകത്ത് വന്ദേ ഭാരതിൻ്റെ ക്യാബിനിൽ പോലും ഈ ഒരു സാധനം ഇല്ല. ഇതൊക്കെ നമ്മൾ സമരം ചെയ്തും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പറയും, ഞങ്ങളൊരു ലോക്കോയിൽ ഇത് ടോയ്ലറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ കാണിച്ച് അതിൻ്റെ ഫോട്ടോസും ഒക്കെ പബ്ലിക് മീഡിയയിലൊക്കെ അവരിടും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. അതിവിടെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ആ പടെ ഇത് വെള്ളം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കും, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഇതൊന്നും ആരും നോക്കാനൊന്നുമില്ല, അതങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നില്ല. പിന്നെ സ്ത്രീകൾ ഏത് മേഖലകളിലും സ്ത്രീകൾക്ക് ഇതുപോലെ മറ്റ് ചൂഷണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ മേഖലകളിലും അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലും ഈ അടുത്ത കാലത്തൊരു പെൺകുട്ടിയെ ഒരു ലോക്കോമോട്ടീവ് ഇൻസ്പെക്ടർ നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്നു, ലൈംഗിക ചേഷ്ടകളോടുകൂടി പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞു വലിയൊരു പരാതിയൊക്കെ ഉണ്ട്. മിനിസ്റ്റർ ലെവലിലൊക്കെ പോയത് പോലീസ് കേസായി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭീഷണികളുമുണ്ട്. പ്രത്യേകിച്ചും ഒറ്റപ്പെട്ട ഒരു തൊഴിലിടമാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകളുള്ള ഒരു ഓഫീസിൽ അവർ കുറേ കൂടെ സുരക്ഷിതരായിരിക്കും. ഇതിപ്പോൾ 2 പേര് മാത്രമാകുമ്പോൾ ഒരു ലോക്കോ പൈലറ്റിൽ നിന്നും ഇന്നുവരെ അങ്ങനൊരു ഭീഷണി ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും, കാരണം ഇവർക്ക് പല ആവശ്യങ്ങളുണ്ട്, ഇവർക്ക് കൂടുതൽ ലീവ് വേണ്ടി വരും. കാരണം മുലയൂട്ടുന്ന
അമ്മമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വീട്ടിൽ അറ്റൻഷൻ ഉണ്ടാവും. തന്നെയല്ല വീടുകളിലായിട്ട് കുറെ കൂടെ സ്ത്രീകൾ കുറെ കൂടെ അറ്റാച്ച്ഡ്. അപ്പം നമ്മളിപ്പോൾ ഒരാൾ ആണുങ്ങൾ പോയിട്ട് ഞാനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അവിടെ ഒരു അമ്മയാകുമ്പോഴത്തേക്കും വീട്ടിൽ കൂടുതൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ലീവിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരുന്നുണ്ട് ഫ്രീക്വൻ്റായിട്ട്. ആ ലീവ് നിഷേധിക്കുകയാണ് ഇവർക്ക്. അതായത് ഇപ്പുറത്തുള്ള പിന്നെ പുരുഷ ലോക്കോ പൈലറ്റിന് എത്ര ലീവ് കൊടുക്കാമോ അത്രേ ഞങ്ങൾ തരുള്ളൂ, നിങ്ങൾക്ക് ഒരു കൂടുതൽ കൺസിഡറേഷൻ തരാനൊന്നും റെയിൽവേ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് അധികാരികളുടെ നിലപാട്. അത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പലരും റിസൈൻ ചെയ്തിട്ട് പിന്നീട് പോകുന്ന കാഴ്ചകൾ വരെ നമ്മൾ കാണുന്നുണ്ട്.